കൊല്ലം ജില്ലയിലും വിജയിച്ച NDA നിയുക്ത കൗൺസിലർമാരുടെ പ്രകടനം ചിന്നക്കട റെസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് ഇപ്പോൾ നടക്കുകയാണ്. നമ്മൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മനോജ് ചേരുന്നു. മനോജ്, പറയൂ. കൊല്ലം ജില്ലയിൽ വിജയിച്ച NDA നിയുക്ത കൗൺസിലർമാരുടെ പ്രകടനം ചിന്നക്കട റെസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് ഇപ്പോൾ പദയാത്രയായി മുന്നോട്ട് പോകുകയാണ്. ഇത്തവണ വലിയ മുന്നേറ്റമാണ് NDAക്ക് കൊല്ലം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. മനോജ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറയൂ. മനോജ്, കൊല്ലം ജില്ലയിൽ വിജയിച്ച NDA നിയുക്ത കൗൺസിലർമാരുടെ പദയാത്രയാണല്ലോ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പറയൂ തത്സമയ വിവരങ്ങൾ. തീർച്ചയായും ദേശീയനാടിന്റെ നഗരവീഥികളിലൂടെ അങ്ങനെ BJPയുടെ 12 NDAയുടെ 12 നിയുക്ത കൗൺസിലർമാർ ഈ കോർപ്പറേഷനിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇരുഭാഗത്തും അങ്ങനെ കൗൺസിലർമാർ അഭിമാനകരമായി തന്നെ ഈ ഒരു പദയാത്രയിൽ പങ്കെടുത്ത് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഏറെ അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് കൊല്ലത്തെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു സമയം, അതായത് ഇപ്പോൾ കൊല്ലം റെസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പദയാത്ര ഇനി നേരെ QAC ഗ്രൗണ്ടിലേക്ക് പോകും. അവിടെയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 6 സീറ്റുകളിൽ നിന്ന് അത് ഇരട്ടിയാക്കിക്കൊണ്ട് 12 സീറ്റുകൾ നേടിയാണ് ഈ കൊല്ലം കോർപ്പറേഷനിൽ ഇത്തവണ NDA മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു മുന്നേറ്റത്തിന്റെ ആവേശം തന്നെയാണ് നമുക്ക് ഓരോരുത്തരും കാണുന്നത്. എന്തായാലും NDA സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം അത് കോർപ്പറേഷനിൽ മാത്രമല്ല ജില്ലയിൽ ഒന്നാകെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അഭിമാനകരമായിട്ടുള്ള നിമിഷം തന്നെയാണത്. ചരിത്രപരമായ മുന്നേറ്റത്തിനാണ് കൊല്ലം ജില്ലയിലെ BJPക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. നമ്മെ സംബന്ധിച്ച് കോർപ്പറേഷനിലെ 6 ജനപ്രതികൾ 12ലേക്ക് വർദ്ധിക്കുകയും നല്ല വോട്ടിംഗ് ശതമാനം ഉയർത്തുകയും നിരവധി പഞ്ചായത്തുകളിൽ നിർണായക ശക്തിയായി മാറുവാൻ കഴിഞ്ഞു. 2 പഞ്ചായത്തുകളിലടക്കം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. അത്തരത്തിൽ കൊല്ലത്തെ ജനത BJPയെ വരവേറ്റ് കഴിഞ്ഞു എന്നുള്ളത്. തീർച്ചയായിട്ടും കൊല്ലത്തെ ജനത നാളിതുവരെ അക്കൗണ്ട് തുറക്കാത്ത അല്ലെങ്കിൽ നാളിതുവരെ ജനപ്രതി ഇല്ലാത്ത പഞ്ചായത്തുകളിൽ പോലും BJPക്ക് ജനപ്രതികൾ ഉണ്ടാകാനും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾക്കും വളരെ ശ്രദ്ധേയമായ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. നിരവധി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, ഗ്രാമപഞ്ചായത്ത് എല്ലാ സ്ഥലങ്ങളിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും നിർണായക ശക്തിയായി BJP മാറുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. തീർച്ചയായും കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന ഡിവിഷനുകൾ നിലനിർത്തി അതിലും ഇരട്ടിയായി സീറ്റുകൾ പിടിച്ചുകൊണ്ട് നിർണായക ശക്തിയായി BJP മാറി എന്നുള്ളതാണ്. NDA സഖ്യം മാറി എന്നുള്ളതാണ്. പഞ്ചായത്തുകൾ എടുക്കുകയാണെങ്കിൽ കടയ്ക്കൽ പഞ്ചായത്തിൽ ഉൾപ്പെടെ, അതായത് ഇടതുകോട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന കടയ്ക്കൽ പഞ്ചായത്തിലടക്കം ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ച NDAയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ച അനുപമ സന്തോഷ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊല്ലം കോർപ്പറേഷൻ ഡിവിഷനിലെ കൗൺസിലർമാരാണ്. നിയുക്ത കൗൺസിലർമാർ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും. ബാക്കി ചടങ്ങുകൾ നടക്കും. എന്തായാലും കഴിഞ്ഞ 10 വർഷക്കാലമായി NDAയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ച B ശൈലജ തേവള്ളി ഡിവിഷനിലായിരുന്നു. ഇത്തവണ വീണ്ടും ഒരു വിജയമുണ്ടായി, സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പോവുകയാണ്. ഇത് 3ാമത്തെ വട്ടമല്ലേ? അതെ, 3ാം പ്രാവശ്യമാണ് വിജയിക്കുന്നത്. ആദ്യം എൻ്റെ മകളായിരുന്നു. അത് 4ാമത് ഇലക്ഷനാണ് തേവള്ളിയെങ്കിലും ഒരു ബൈ ഇലക്ഷനിലൂടെയാണ് ഞാൻ വന്നത്. വളരെ ശക്തിപൂർവമായ ഒരു മുന്നേറ്റമാണ്. തിരിച്ചും ഞങ്ങൾ ഇനി ഭരണത്തിലേക്ക് കയറും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കൊല്ലം കോർപ്പറേഷൻ അടുത്ത ഭരണകാലത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. കച്ചേരിയെ സംബന്ധിച്ചിടത്തോളം ശശികല റാവുവിന്റെ ഒരു വിജയം ഏറെ ആവേശകരമായി തന്നെയാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ പങ്കുവച്ചത്. എന്ത് തോന്നുന്നു? ആദ്യമായിട്ടാണോ ഈ ഒരു സത്യപ്രതിജ്ഞ? ആദ്യമായിട്ടാണ് അവിടെ
BJP ജയിക്കുന്ന 30 കൊല്ലമായി LDFന്റെ കോട്ടയായിരുന്നു. അതാണ് അവിടെയാണ് ഞാൻ BJP ജയിച്ചിരിക്കുന്നത്. തീർച്ചയായും വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരൊക്കെയും. ഇതിന് പുറകിലായി നിരവധി പ്രവർത്തകർ അണിനിരന്നിട്ടുണ്ട്. ഈ കൊല്ലം നഗരത്തിലൂടെ അങ്ങനെ ഈ ഒരു പദയാത്ര മുന്നോട്ട് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കോർപ്പറേഷന് സമീപമുള്ള QSC ഗ്രൗണ്ടിലേക്ക് മനോജ്, അങ്ങനെ തലസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ അങ്ങ് സപ്തഭാഷാ സംഗമ ഭൂമിയായിട്ടുള്ള കാസർഗോഡ് വരെ BJPയുടെ വലിയ മുന്നേറ്റത്തിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു സ്ക്രീനിൽ കാണുന്നത് അങ്ങ് തലസ്ഥാനത്ത് കോർപ്പറേഷനിൽ BJPയുടെ ഭരണമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞയായി കാത്തു നിൽക്കുകയാണ് കോർപ്പറേഷനകത്ത്. സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കൊല്ലം പോലെയുള്ള ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന കൊല്ലത്തിതാ കൊല്ലം കോർപ്പറേഷന്റെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP എത്തുകയാണ്. കൊല്ലം നഗരത്തിൽ പഴയ ഇടത്ത് ചുവപ്പ് കോട്ടയിൽ BJPയുടെ ശക്തി പ്രകടനം നടക്കുകയാണ്. ശക്തി പ്രകടനത്തോടെയാണ് കൊല്ലം കോർപ്പറേഷനിലേക്ക് BJPയുടെ 12 കൗൺസിലർമാർ സത്യപ്രതിജ്ഞയ്ക്കായി എത്തുന്നത്. ദിഷ്ന ഈ തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് നിന്ന് ചേരുകയാണ്. ദിഷ്ന, കോർപ്പറേഷനകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. നിറപുഞ്ചിരിയോടെ BJPയുടെ 50 കൗൺസിലർമാർ ഇപ്പോൾ കോർപ്പറേഷനകത്ത് എത്തിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവിടെ ആരംഭിച്ചോ? നേരത്തെ രാജീവ് ചന്ദ്രശേഖറും BJPയുടെ പ്രഭാരിയായി കേന്ദ്ര നേതൃത്വം വഹിച്ച പ്രകാശ് ജാവ്ദേക്കറും ഉൾപ്പെടെയുള്ളവർ ജനം TVയോട് സംസാരിച്ചല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയത്? ദിഷ്ണ, പറയൂ. ഗൗതം, വലിയ ആവേശത്തിലാണ് അനന്തപുരി. ചരിത്രം സാക്ഷിയാവുന്ന മുഹൂർത്തം. ആ മുഹൂർത്തത്തിന് സാക്ഷി എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ജനങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, ഇത് കോർപ്പറേഷന് പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്ന LED വോളാണ്. സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കാണുവാൻ വേണ്ടി നിരവധി ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഇടത് വലത് കോട്ടകളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട്